വെൽക്കം ടു ഐഷസ് അക്കാഡമി. S4 ബികോമിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം എന്താണ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഈസ് ദ മണി എ കമ്പനി റൈസസ് ബൈ ഇഷ്യൂയിങ് ആൻഡ് സെല്ലിംഗ് ഷെയർസ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പാർഷ്യൽ ഓണർഷിപ്പ്. ഇപ്പൊ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിന്റെ ഷെയർ ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ അതിന്റെ ഷെയറിന്റെ ഒരു പോർഷൻ അതിന്റെ പബ്ലിക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റേഴ്സിനോ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ആ വിൽക്കുന്നത് വഴി കമ്പനി എന്ത് ചെയ്യുന്നു, ഫണ്ട് റേസ് ചെയ്യുന്നു. അത് ഒരു ക്യാപിറ്റൽ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. കമ്പനിയുടെ ഓണർഷിപ്പിനെ കുറച്ച് പോർഷൻസ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ആ ഓണർഷിപ്പ് വിൽക്കുന്നതിന് ഈ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കമ്പനി എന്തായിട്ട് റിസീവ് ചെയ്യുന്നു, ആ ഒരു റിട്ടേൺ ആയിട്ട് ഒരു കോമ്പൻസേഷൻ ആയിട്ട് പൈസ റിസീവ് ചെയ്യുന്നു. ഡിഫറെന്റ് ടേംസ് ആയിട്ട് ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി ആൻഡ് ഡിഫറെന്റ് കോൾ മണി എന്ന് പറഞ്ഞിട്ട് പൈസ കമ്പനി ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്, ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആ വാങ്ങുന്ന പൈസയെ ക്യാപിറ്റൽ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതൊന്നും നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് ടൈപ്പ് ഏതാണ്? ആ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ refers to the maximum amount of capital a company is legally permitted to raise through the issue of shares as specified in its constitutional documents. എന്താണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അതിന്റെ ക്യാപിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഓരോ കമ്പനിയുടെ നേച്ചർ അനുസരിച്ച് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ചിട്ട് ഒരു കമ്പനിക്ക് ഇത്രയും രൂപയാണ് മാക്സിമം ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ആയിട്ട് റൈസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെന്റ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, ക്ലിയർ ആയോ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് ഇപ്പൊ തന്നെ അങ്ങ് കാണാതെ പഠിക്കാം. ഓക്കെ, ഇനി അഗൈൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ. അടുത്ത് പറയുന്ന ടൈപ്പ് ഏതാണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ. എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ? ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ഈസ് ദ പോർഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് കമ്പനി ഓഫേഴ്സ് ടു ദി ഇൻവെസ്റ്റേഴ്സ് ഫോർ സബ്സ്ക്രിപ്ഷൻ. അതായത് ഇപ്പൊ ഒരു കമ്പനിക്ക് വിചാരിക്കുക ഒരു 10,000 റുപ്പീസ് ഒരു എക്സാമ്പിൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു 1 lakh റുപ്പീസ് ആണ് കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് അസ്യൂം ചെയ്യുക. അതായത് ഒരു കമ്പനിക്ക് മാക്സിമം 1 ലക്ഷം രൂപ പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യാം, ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് റിസീവ് ചെയ്യാം. അതാണല്ലോ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ മുകളിൽ പറഞ്ഞത്. ഈ 1 ലക്ഷം ഫുള്ളായിട്ട് കമ്പനി എന്ത് ചെയ്യണമെന്നില്ല, ഇഷ്യൂ ചെയ്യണമെന്നില്ല. ഓക്കെ, കമ്പനിക്ക് ഓതറൈസ്ഡ് 1 lakh അലൗ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഇപ്പൊ കമ്പനിക്ക് എത്ര മതി, ഒരു 50,000 രൂപ മാത്രം കമ്പനിക്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 1 lakhന്റെ 50,000 എമൗണ്ട് മാത്രം, അല്ലെങ്കിൽ 50,000 റുപ്പീസ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓതറൈസ്ഡ് 1 lakh, അതിൽ 50,000 മാത്രമേ എനിക്കിപ്പോൾ ആവശ്യമുള്ളൂ എന്ന് കമ്പനി ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഈ 50,000ന്റെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. 50,000 എമൗണ്ട് ആരുടെ, ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, കമ്പനിയുടെ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് ക്യാപിറ്റൽ. ഏതിന്റെ പോർഷൻ ആണ്? ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ എത്ര പോർഷൻ ആണോ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നു സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എന്താണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ? Subscribed share capital represent the value of shares that investors have agreed to purchase from the issued capital. 1 lakh authorized ആയിരുന്നു, 50,000 ഇഷ്യൂ ചെയ്തു. അതില് ഒരു 40,000 മാത്രമേ പബ്ലിക് എന്ത് ചെയ്തിട്ടുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് അംഗീകരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോ നമ്മൾ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന മുഴുവൻ ക്യാപിറ്റലും എന്ത് ചെയ്യണമെന്നില്ല, ഇൻവെസ്റ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എത്രയാണോ സബ്സ്ക്രൈബ് ചെയ്തത്, വാങ്ങിക്കോളാം എന്ന് സമ്മതിച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ ആയല്ലോ? ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്. അഗെയിൻ നമ്മൾ പറയുന്നു
Called up share capital. എന്താണ് called up share capital? Called up share capital is the amount that the company has requested shareholders to pay against the shares they subscribed to. മുകളിൽ നമ്മൾ പറഞ്ഞു 40,000 എന്ത് ചെയ്തു? ഇൻവെസ്റ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തു. ഈ സബ്സ്ക്രൈബ് ചെയ്ത ഷെയർ ക്യാപിറ്റൽ എല്ലാം കൂടെ ഒരുമിച്ച് കമ്പനി ഇങ്ങനെ വാങ്ങുകയല്ല ചെയ്യുന്നത്. അത് ചില ഘട്ടങ്ങളായിട്ടാണ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ മണി, ദെൻ അലോട്ട്മെന്റ് മണി ആൻഡ് ലാസ്റ്റ് ഡിഫറെന്റ് കോൾ മണി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ഈ പൈസ വാങ്ങുന്നത്. ഇപ്പോൾ കമ്പനി ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് നിന്ന് ആപ്ലിക്കേഷൻ മണി അടയ്ക്കുക, ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര ഷെയർസിന് ഇത്ര വെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ മണിയാണ് എന്തെന്ന് പറയുന്നത്, കോൾ മണി എന്ന് പറയുന്നത്. കമ്പനി എന്ത് ചെയ്ത് കഴിഞ്ഞു, ആ കോൾ ചെയ്ത് കഴിഞ്ഞു. ഇതിനെയാണ് കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ 40,000-ന്റെ ചിലപ്പോൾ 10,000 ആയിരിക്കാം, അല്ലെങ്കിൽ 15,000 ആയിരിക്കാം, ഡിഫറെന്റ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുമിച്ച് എത്രയാണോ കോൾ ചെയ്തിട്ടുള്ളത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. എന്താണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ മണിയില് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പേയ്മെന്റ് നടത്തിയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ എന്തെന്ന് പറയും, ആ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. എന്തെന്ന് പറയും നമ്മൾ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൾ ചെയ്തിട്ടുള്ളതിൽ എത്രയാണോ ഇൻവെസ്റ്റേഴ്സ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ് ഓതറൈസ്ഡ്. അതിൽ ഇഷ്യൂ ചെയ്യുന്ന പോർഷനെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഇഷ്യൂ ചെയ്തതിൽ പബ്ലിക് വാങ്ങിക്കൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുള്ളതിനെ എന്തെന്ന് പറയും, സബ്സ്ക്രൈബ്ഡ് എന്ന് പറയും. ഈ സബ്സ്ക്രൈബിൽ നിന്നും കുറച്ച് പോർഷൻ മാത്രം കമ്പനി ഇപ്പോൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു, കോൾ ചെയ്യുന്നു, ഇതിനെ കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഇനി എഗെയിൻ കോൾ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ അരിയർ ആയിട്ട് വരും, എല്ലാ പൈസയും കിട്ടണമെന്നില്ല. അപ്പൊ അതിൽ എത്രയാണോ ഇൻവെസ്റ്റേഴ്സ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് അതിന് നമ്മൾ എന്തെന്ന് പറയും, ആ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡർ വെച്ച് പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആൻഡ് ദ ലാസ്റ്റ് വൺ പറയുന്നത് റിസർവ് ഷെയർ ക്യാപിറ്റൽ. എന്താണ് റിസർവ് ഷെയർ ക്യാപിറ്റൽ? Reserve share capital is the portion of the capital that a company decided to keep aside and utilize only in the event of winding up. അതായത് റിസർവ് ആക്കി വെച്ചേക്കാണ് അവിടെ. ഈ കമ്പനി ഈ ഒരു ഷെയർ ക്യാപിറ്റൽ കോൾ ചെയ്യുന്നത് എപ്പോഴും മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് കമ്പനിയുടെ വൈൻഡിങ് അപ്പിന്റെ ടൈമിൽ, ലിക്വിഡേഷൻ ടൈമിൽ മാത്രമേ ഈ ഒരു ഷെയർ ക്യാപിറ്റൽ കമ്പനി യൂസ് ചെയ്യുള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കമ്പനിയുടെ റിസർവ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് പഠിക്കുക, അതിന്റെ ടൈപ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി പോർഷൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.